ഗൈസ്, വിജയ് തമിഴ്നാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മളെല്ലാരും വിജയ് CM ആകാൻ പോകുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ മെയ് 7 വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമായിരുന്നു. പക്ഷേ എല്ലാം താളം തെറ്റിപ്പോയി. അതായത് തമിഴ്നാട്ടിലെ ടോട്ടലി 234 സീറ്റ്സ് ആണുള്ളത്. അതിന്റെ നേര് പകുതി, അതായത് 117 സീറ്റ് പ്ലസ് ഒരു സീറ്റും കൂടെ വേണം ഒരു ആൾക്ക് ചീഫ് മിനിസ്റ്റർ ആകണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യണമെങ്കിൽ. വിജയുടെ കേസ് എടുക്കുവാണെങ്കിൽ 108 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും 10 സീറ്റ് വേണം. അപ്പൊ അതിൽ 5 സീറ്റാണ് കോൺഗ്രസുമായിട്ട് ടൈപ്പായി 113 സീറ്റായത്. വീണ്ടും വേണം 5 സീറ്റ്. ആ 5 സീറ്റ് കൺഫേം ആകാണ്ട് തന്നെ ഇന്ന് വിജയും കൂട്ടരും ഗവർണറിനെ കാണാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ ഗവർണർ വാസ് നോട്ട് കൺവിൻസ്ഡ് എന്നായിരുന്നു ഇന്നത്തെ ന്യൂസ് ഹെഡ്ലൈൻസിൽ ഉണ്ടായിരുന്നത്. ആദ്യം നിങ്ങൾ 5 സീറ്റിന് വേണ്ടിയുള്ള MLAസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കും ഗവൺമെന്റ് ഫോം ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്നായിരുന്നു ഗവർണറിന്റെ മറുപടി. വെറും 2 വർഷം കൊണ്ട് പാർട്ടി രൂപീകരിച്ചിട്ട് വൻ ഭൂരിപക്ഷത്തിൽ ഒരു ക്ലീൻ സ്വീപ്പ് ചെയ്തിട്ട് പോലും ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പക്ഷെ വിജയ് ഒരു രീതിയിലും CM ആകരുത് എന്നുള്ള രീതിയിൽ DMKയും ADMKയും കൂടെ ചേരുമോ എന്നുള്ള സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഞാൻ ഇതിന്റെ അപ്ഡേറ്റ്സ് ഉടനെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് പറയാമോ?